കഴക്കൂട്ടത്ത് ശബരിമല സ്വർണ്ണക്കൊള്ള ചർച്ചയാക്കി ഇടതു വലത് മുന്നണികളും ബിജെപിയും. യുഡിഎഫും ബിജെപിയും സ്വർണ്ണക്കൊള്ളയിൽ കടകംപള്ളി സുരേന്ദ്രനെ കുറ്റപ്പെടുത്തുമ്പോൾ തന്റെ കൈകൾ ശുദ്ധമെന്നും വ്യാജ പ്രചരണം ജനം തിരിച്ചറിയുമെന്നും പറഞ്ഞാണ് കടകംപള്ളിയുടെ മറുപടി. സിപിഎമ്മും ബിജെപിയുമായി ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലത്തിൽ നില മെച്ചപ്പെടുത്താൻ യുഡിഎഫും കിണഞ്ഞ് പരിശ്രമിക്കുന്നു. കാട്ടായിക്കോണം ഉൾപ്പെടെയുള്ള പാർട്ടി കോട്ടകൾ, കടകംപള്ളി സുരേന്ദ്രൻ എന്ന ജനകീയ നേതാവിന്റെ സാന്നിധ്യം. 96-ലാണ് കടകംപള്ളി സുരേന്ദ്രൻ ആദ്യമായി കഴക്കൂട്ടത്തിന് ജനപ്രതിനിധിയാകുന്നത്. പിന്നെ 2016-ലും 2021-ലും 16-ൽ ജയിച്ചുവെന്ന കടകംപള്ളിക്ക് സിപിഎം സമ്മാനിച്ചത് മന്ത്രിസ്ഥാനം. 21-ൽ ഭൂരിപക്ഷം കടകംപള്ളി ഉയർത്തി. ഇത്തവണയും ഹാട്രിക് വിജയം നേടുമെന്നതിൽ കടകംപള്ളി സുരേന്ദ്രന് സംശയമൊന്നുമില്ല. സാധാരണഗതിയിൽ യുഡിഎഫിൽ നിന്നും ബിജെപിയിൽ നിന്നാണ് ശബരിമല ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ അങ്ങ് എല്ലായിടും പ്രസംഗിക്കുമ്പോഴും ആദ്യം പറയുന്നത് ശബരിമലയാണ്. എന്താണ് അത്ര ആത്മവിശ്വാസത്തിന് കാരണം? അല്ല, നമ്മുടെ കൈകൾ ശുദ്ധമല്ലേ? ആ കാലത്ത് ദേവസ്വം മന്ത്രിയായിരുന്നു എന്നുള്ളതല്ലാതെ നമുക്ക് ശബരിമലയുമായിട്ട് വേറെന്താ ബന്ധം? അവര് വളരെ ബോധപൂർവം എന്നെ കൂടെ അതിൽ പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ എന്നെ അപമാനിക്കാൻ വേണ്ടി അവര് ശ്രമിക്കുകയാണ്. അവരെന്നെ ഒരു വലിയ ശത്രുവായിട്ട് കാണുകയാണ്. ആ ശത്രുവായിട്ട് കണ്ടുകൊണ്ട് എന്നെ അങ്ങനെ ഒന്ന് മോശമാക്കാൻ വേണ്ടി പറ്റുമോ? ഇത് പറഞ്ഞാൽ മോശമാക്കാൻ പറ്റുമോ? അങ്ങനെ അവർ ശ്രമിക്കുന്നതാണ്. അതിനുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത്. ജനങ്ങൾക്ക് നല്ല ബോധ്യമാണ് ഞാൻ പറയുന്ന മറുപടി. രണ്ടു തെരഞ്ഞെടുപ്പുകളിലെ രണ്ടാം സ്ഥാനം, തദ്ദേശ തെരഞ്ഞെടുപ്പിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും വലിയ മുന്നേറ്റം, മണ്ഡലത്തിലുണ്ടായ രാഷ്ട്രീയ വളർച്ച, ഒപ്പം വി മുരളീധരൻ നേതാവിന്റെ സാന്നിധ്യവും. ബിജെപിയുടെ പ്രതീക്ഷകൾ ഇത്തവണ കഴക്കൂട്ടത്ത് ആളിക്കത്തുകയാണ്. മുൻ ദേവസ്വം മന്ത്രി കൂടിയാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി. അദ്ദേഹം തന്നെ പ്രചരണ യോഗങ്ങളിൽ ആദ്യം പറയുന്നത് ശബരിമല സംബന്ധിച്ച് വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നു. ഒരു ദേവസ്വം മന്ത്രി നിലയിൽ അങ്ങനെ ഒരു ധാർമ്മിക ഉത്തരവാദിത്തമല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല, എന്നിട്ടും കള്ളപ്രചരണം നടത്തുന്നു അദ്ദേഹം പറയുന്നു. അദ്ദേഹം പിന്നെ എന്തിനാ SIT വിളിച്ചപ്പോൾ ഒളിച്ചു പോയത്? നേരെ പോയിരുന്നില്ലേ? അപ്പോ അതിനർത്ഥം പിന്നെ മന്ത്രിക്ക് ധാർമ്മിക ഉത്തരവാദിത്തം ഉള്ളൂ എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. മന്ത്രിയാണ് ഒരു വകുപ്പിന്റെ സമ്പൂർണ്ണ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം അദ്ദേഹത്തിന് നിറവേറ്റുന്നതിൽ അദ്ദേഹം സമ്പൂർണ്ണ പരാജയമായിരുന്നു എന്നുള്ളത് വ്യക്തമായി. ഈ സുരേഷ് ഗോപി പോലും പലയിടത്തും ഹൈമാസ് ലൈറ്റെങ്കിലും വച്ചിട്ടുണ്ട്. റാന്തൽ വിളക്ക് പോലും കഴക്കൂട്ടം മണ്ഡലത്തിന് നൽകാത്ത, സംസ്ഥാനത്തെ പറ്റി കുത്തിരിപ്പ് മാത്രം പറയുന്ന ഒരു കേന്ദ്രമന്ത്രിയായിരുന്നു മുരളീധരൻ എന്ന അദ്ദേഹത്തിന്റെ വിമർശനം. അദ്ദേഹത്തിന് കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണയില്ലാത്ത ഒരാളാണ്. സ്വന്തം വകുപ്പ് ഭരിക്കാൻ അറിയാത്ത ഒരാള് ബാക്കിയുള്ള മന്ത്രിമാരെ കുറിച്ച് പറയുന്നതിൽ ഒരർത്ഥമില്ല. മുഖ്യമന്ത്രിയായിരുന്ന A.K. ആന്റണിയും മുന്നണിയിലെ കരുത്തൻ M.V. രാഘവനും മത്സരിച്ച് വിജയിച്ച മണ്ഡലം, പതിറ്റാണ്ടുകളോളം UDFന്റെ ശക്തിദുർഗം. ആ മണ്ഡലം തിരിച്ചുപിടിക്കുകയാണ് ശരത്ചന്ദ്ര പ്രസാദിലൂടെ UDF ലക്ഷ്യമിടുന്നത്. കോൺഗ്രസ് അതിശക്തമായി നമ്മൾ ഈ മണ്ഡലം തിരിച്ചുപിടിക്കുകയാണ്. തലേക്കുന്ന് ബഷീർ, A.K. ആന്റണി, MM ഹസൻ, M.V. രാഘവൻ, നമ്മൾ MA വാഹിയത്, ഇവരൊക്കെ ജയിച്ച മണ്ഡലമാണ്. കഴിഞ്ഞ ഒരു 2 തവണ ഒരു പാളിച്ച സംഘടനാപരമായി പറ്റിയതുകൊണ്ട് നമ്മൾ പരാജയപ്പെട്ടതാണ്. ഇപ്പോ കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം വളരെ അനുകൂലമാണ്. ഈ മണ്ഡലത്തിലെ അന്തരീക്ഷം അനുകൂലമാണ്. കേരളമെമ്പാടെ UDF ചർച്ചയ്ക്ക് വിധേയമാക്കുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള, അതിന്റെ കഥാതന്തു നിൽക്കുന്നത് കഴക്കൂട്ടത്താണ്. അപ്പോൾ ആ ഒരു വികാരം ജനങ്ങളുടെ ഇടയിൽ ശക്തമായിട്ടുണ്ട്. UDF അധികാരത്തിൽ വന്നാൽ 100 ദിവസത്തിനുള്ളിൽ ശബരിമല കൊള്ളയടിച്ച കുറ്റവാളികളെ കൽപ്പുറയിലാണ് അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ BJP ജയിച്ചു വന്നാൽ BJPക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. BJPക്ക് ചെയ്യണമായിരുന്നെങ്കിൽ കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കാമായിരുന്നു. കേന്ദ്ര ഏജൻസിക്ക് ഇടപെടാമായിരുന്നു. ഇടപെട്ടില്ല. അതാണ് T. ശരത്ചന്ദ്ര പ്രസാദിന്റെ ആത്മവിശ്വാസം. വിജയം ഉറപ്പാണ്. മണ്ഡലം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ്
ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിർവഹിക്കുമെന്ന് അദ്ദേഹം പറയുകയാണ്. സി വിനോദ്കുമാറിനൊപ്പം വി വി അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.